റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ളത് മഹാദേവൻ പിള്ള സാറാണ്. ഒപ്പം ചേരുന്നു ഞാൻ വർഷയും. അപ്പം ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് എന്നും ഇങ്ങനെ പങ്കുവെക്കാറുള്ള സാറിന്റെ കയ്യിൽ നിന്ന് ഇന്ന് എനിക്ക് അറിയാനുള്ളത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം എല്ലാ രംഗങ്ങളിലും ഇങ്ങനെ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ അവസരം കുറയ്ക്കുമോ എന്നുള്ളൊരു സംശയം വരെ ഉണ്ടാക്കുന്ന, അതും പ്രഗത്ഭരായിട്ടുള്ള ചെറിയ ആളുകളൊന്നുമല്ല, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി. അപ്പം ഇതിനെക്കുറിച്ച് തന്നെ സാറിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. സർ, എന്താണ് കൃത്രിമ ബുദ്ധി? ഈ കൃത്രിമ ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ഉപകരണം വഴി ഉണ്ടാക്കുന്ന ബുദ്ധിയാണ്. ഈ സങ്കല്പം ആദ്യം തുടങ്ങിയത് തന്നെ വളരെ കാലം മുമ്പ് ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു നോവല് ഇംഗ്ലീഷിൽ വരികയുണ്ടായി. അതിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കൃത്രിമ മനുഷ്യനെ ഉണ്ടാക്കുന്നു. ആ കൃത്രിമ മനുഷ്യൻ്റെ പേര് ഫ്രാങ്കൻസ്റ്റീൻ എന്നാണ്. ഈ ഫ്രാങ്കൻസ്റ്റീൻ അവസാനം അതുണ്ടാക്കിയ ആളിനെ കൊല്ലുന്നു. ഇതാണ് കഥ. അതായത് അതിന് സമാന്തരമായ ഒരു കഥ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, യന്ത്രൻ. യന്ത്രനില് ഒരു ശാസ്ത്രജ്ഞൻ ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കുന്നു. ഈ യന്ത്ര മനുഷ്യൻ അവസാനം ഈ ശാസ്ത്രജ്ഞനെ തടവുകാരനാക്കുന്നു. അതാണ് യന്ത്രനിലെ കഥ. അപ്പൊ അതൊരു ചലച്ചിത്രകാരന്റെ സങ്കല്പം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നത്തെ സ്ഥിതിയിൽ ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. മനുഷ്യനെ തടവിലാക്കാൻ പറ്റിയ ബുദ്ധിയുള്ള ഒരു യന്ത്രം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൃത്രിമ ബുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ കോപ്പിയടിക്കാൻ, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി ഒരു യന്ത്രത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക. അത് ജോലി ചെയ്യിക്കലാകാം, യുദ്ധം ചെയ്യിക്കലാകാം, എന്തുമാകാം. അങ്ങനെ ചെയ്യിക്കുന്നതിന് ഇപ്പോൾ കടകളിലൊക്കെ സൗദി അറേബ്യയിൽ ആദ്യമായിട്ടൊരു കടയിൽ ഒരു റോബോട്ടിനൊക്കെ ഉണ്ട്, സോഫി എന്ന് പറഞ്ഞ റോബോട്ടിന്. അവിടെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സോഫി ഉടൻ ഉരുണ്ട് അവിടെ ചെന്നിട്ട് ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ് സോഫിയെ വെച്ചിരിക്കുന്നത്. എന്താ വേണ്ടെന്ന് ചോദിക്കും, എവിടേക്കാ കൊണ്ടു, അല്ലെ എന്ത് സാധനമാണെന്ന് ചോദിച്ചാൽ അത് എവിടെ ഇരിക്കുന്നതെന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കും. അത് അന്ന് വളരെ 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 വാർത്താ പ്രാധാന്യമുണ്ട്. ഇന്നിപ്പോൾ മിക്ക കടകളിലും അതുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല കടകളിലും ഇങ്ങനെയുള്ള റോബോട്ടുകളുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ലഘുവായി ചെയ്യുക, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിനമായ കാര്യങ്ങളെ അവരെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ മനുഷ്യന് അപകടകരമായി തോന്നാവുന്ന സിറ്റുവേഷനിൽ യന്ത്രങ്ങളുടെ സഹായം എടുക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ പ്രോഗ്രാം ചെയ്യുന്ന, അതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള വേർഡ്, മനുഷ്യൻ പ്രോഗ്രാം ചെയ്യുന്ന ഒരു യന്ത്രമാണ് ഈ കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സർ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ ചോദിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സംശയം ഉണ്ടാക്കുന്നു. ഇപ്പം പണ്ട് കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതായത് കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ ബുദ്ധിയെ തന്നെ നിയന്ത്രിക്കുമോ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ലോകത്തെ തന്നെ ഇല്ലാതാക്കുമോ, അതല്ലെങ്കിൽ മനുഷ്യനേക്കാൾ വളരുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനെ സാധിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യനേക്കാൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാവിയെ തന്നെ തകർക്കാൻ സാധിക്കുന്ന ഒന്നാണോ ഈ AI? അത് ഇന്നത്തെ സ്ഥിതിക്ക് അസാധ്യമാണ്. അതിന് കാരണം ഈ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യുന്നതും മനുഷ്യന്റെ തല വർക്ക് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ തല, ഞാനത് പറയാറ് ഉപ്പിലിട്ട മാങ്ങ പോലെ എന്നാണ്. മനുഷ്യന്റെ തലയോട്ടിക്കകത്ത് ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളത്തിനകത്ത് ഈ ഉപ്പിലിട്ട മാങ്ങ പോലെ 1.25 കിലോ ഭാരമുള്ള ഒരു സാധനം, അതാണ് ഈ തലച്ചോറ്. അത് തലച്ചോറെന്ന് പറയാൻ കാരണം അത് ചോറ് അടുക്കി വെച്ചതുപോലെ ഇരിക്കുകയാണ്. അതിനകത്ത് പല മേഖലകളുണ്ട്. അതിപ്പോൾ ഈ ഉപ്പുവെള്ളത്തിനകത്തിൽ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ. കാരണം ഉപ്പുവെള്ളം ഒരു കണ്ടക്ടറാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയിൽ ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ തലയിലെ ഇലക്ട്രിക് പവർ എപ്പോൾ ഇല്ലാതാവുന്നോ അന്ന് നമ്മൾ ഓഫായി പോകും. അപ്പോൾ അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ എല്ലാ ചിന്തകളും എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലയിലുള്ള ഈ 0.2 വോൾട്ട് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉപ്പുവെള്ളം തലയിലുള്ളത്. അപ്പോൾ ഈ തലച്ചോറ് 1.25 കിലോ ഭാരമേ ഉള്ളൂവെങ്കിലും അത്
10-40 ദശലക്ഷത്തോളം ചെറിയ ചെറിയ കോശങ്ങളാണ്. കൃത്യമായി എത്ര ദശലക്ഷം നിന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് ചിലർ 30 പറയും, ചിലർ 20 പറയും, ചിലർ 40 പറയും. എന്തായാലും ദശലക്ഷക്കണക്കിന് സൂക്ഷ്മമായ കോശങ്ങളാണ് തലച്ചോറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തലയിലുള്ള കോശങ്ങൾക്ക് സാധാരണ കോശങ്ങൾ പോലെയല്ല. ഈ തലയിലുള്ള കോശങ്ങളെ ന്യൂറോൺസ് എന്നാണ് പറയാറ്. ഈ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡിലും ചെറിയ ചെറിയ വാലുകളുണ്ട്, കണക്റ്റിംഗ്. ഈ വാലുകൾ അതിനെ കണക്ടിവിറ്റി കൊടുക്കുന്ന വയറ് പോലെ ചെറുത്. ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ന്യൂറോണിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഈ ന്യൂറോണിന് അതിൻ്റെ പല ഭാഗങ്ങളിലും ഈ നൂല് പോലെയുള്ള കണക്ഷൻസ് കൊടുക്കാൻ പറ്റിയ നൂലുകളുണ്ട്. അതിനെ സിനാപ്സസ് എന്നാണ് പറയുന്നത്. ഈ സിനാപ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിരിഞ്ഞിട്ടാണ് ഈ കോശങ്ങൾ തമ്മിൽ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു കോശത്തിന് തന്നെ 5, 10, 15 കണക്ഷൻസ് ഉണ്ടാവും ചുറ്റുമുള്ള കോശങ്ങൾ. അപ്പോൾ ഒരു കോശത്തിൽ നിന്ന് പോകുന്ന സിഗ്നൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ തലയിൽ നിന്ന് സിഗ്നലാണ് പോകുന്നത്. സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിൽ ബൈനറി മാത്രമേ സാധ്യമാവുള്ളൂ. എന്താണ് ഈ ബൈനറി എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറിലും ബൈനറി മാത്രമേ ഉള്ളൂ. പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ, ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മളെ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോണിന് 1 എന്ന് പറയും, ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രോൺസിന് 0 എന്ന് പറയും. അപ്പോൾ ഈ 1 0 1 0 ഈ കോഡല്ലാതെ നമ്മുടെ തലച്ചോറിനും ഈ കമ്പ്യൂട്ടറിനും മറ്റൊന്നും അറിയില്ല. പക്ഷേ കമ്പ്യൂട്ടറിൽ ഇത് 1 0 എന്ന് നമ്മൾ ഡിനോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ല നമ്മുടെ തലച്ചോറിലത്. എവിടെയും 1 0 ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മളതിനെ പറയുന്നതാണ്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഒരു ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് 1, ഒരു ഇലക്ട്രോണിൻ്റെ അസാന്നിധ്യം 0. അപ്പം നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. ഇതേ രീതിയിലാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലും സ്റ്റോർ ചെയ്യുന്നത്. ഇതിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഒരിക്കൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ട്രിക്കൽ ഫ്ലക്സിന് മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ പറ്റൂ. പക്ഷേ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ മെക്കാനിസമാണ്. ഇപ്പോൾ വർഷം ഒരു കാര്യം പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. കാരണം ആ മെമ്മറി മെക്കാനിസത്തിലെ അതിലൊരു ബയോളജിക്കൽ പാർട്ടുണ്ട്. അത് ചിലപ്പോൾ അങ്ങ് മാഞ്ഞു പോകും, ചിലപ്പോൾ അതവിടെ പ്രോപ്പറായിട്ട് ഇൻസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കമ്പ്യൂട്ടറിൽ ഒരിക്കലും അങ്ങനെ മാഞ്ഞു പോകാറില്ല. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ പ്രസൻസോ ആബ്സെൻസോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്കതിനെ എടുക്കാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണത്തിന്, ഞാനൊക്കെ ആദ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് സ്റ്റോറേജ് ഡിവൈസായിട്ട് ഉപയോഗിച്ചിരുന്നത് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഫ്ലോപ്പി ഡിസ്കുകൾ അപ്രത്യക്ഷമായി, CD ഡ്രൈവുകളായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്കുകൾ വളരെ കുറച്ച് 1.2K 2.4K എന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ മെമ്മറി. അത്ര ബൈറ്റുകളെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഫ്ലോപ്പി ഡിസ്ക് വന്നപ്പോഴത്തേക്ക് 124 256 പിന്നെയൊക്കെയാണ് 1 MB 2 MB ഒക്കെ വന്നത്. ഇപ്പം MB ഒന്നുമല്ല, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചെറിയ പെൻഡ്രൈവ് GB ആണ് പറയാറ്. 2 GB മുതൽ 256 GB വരെയുള്ള പെൻഡ്രൈവുകൾ ഇപ്പോൾ കിട്ടാനുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എന്താ ചെയ്തത്, ഈ ഫ്ലോപ്പി ഡിസ്കിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ, ഒരു 100 ഫ്ലോപ്പി ഡിസ്കിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു CD സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 90-ലൊക്കെ ഉണ്ടായിരുന്ന ഡേറ്റയൊക്കെ ഫ്ലോപ്പി ഡിസ്കിലായിരുന്നു. പിന്നെ CD എത്തിക്കഴിഞ്ഞപ്പോൾ, CD എത്തിയപ്പോൾ 90-കളുടെ അവസാനമൊക്കെ CD കിട്ടിത്തുടങ്ങിയപ്പോൾ അതിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് 2005 കൂടിയാണ് ഈ പെൻ ഡ്രൈവ് വന്നത്. ഈ പെൻ ഡ്രൈവ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ CD ഡ്രൈവിലുള്ളതൊക്കെ കൂടി പെൻ ഡ്രൈവിലേക്ക് മാറ്റി. അപ്പോൾ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പം. ഒരു ചെറിയ പെൻ ഡ്രൈവിനകത്ത് 10,000-കണക്കിന് പുസ്തകങ്ങൾ ശേഖരിക്കുക. ഇപ്പോൾ 256 GB ഉള്ള ഒരു പെൻ ഡ്രൈവിനകത്ത് ഒരു ജീവിതകാലം മുഴുവൻ വേണ്ട ഇൻഫർമേഷൻ മുഴുവൻ ശേഖരിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വേറൊരു ഭാഗം ഞാനത് പറയാൻ കാരണം, ഇതിനകത്തെല്ലാം ഡേറ്റ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ബൈനറി ഫോമിലാണ്. അത് എടുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു മെക്കാനിസമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഈ മെക്കാനിസം പറ്റുന്നത് സീരിയൽ പ്രോസസ്സിങ് വഴിയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു നേർവഴി നടന്നു പോകാമെന്ന് പോയി, നേർവഴി നടക്കുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരണമെങ്കിൽ അങ്ങേയറ്റം അതിനിടയ്ക്ക് മതിൽ കെട്ടിയിരിക്കുകയാണ്. നമ്മൾ പോയി അങ്ങേ അറ്റം പോയിട്ട് നമ്മുടെ തൊട്ട് സൈഡിലേക്ക് എത്തണമെങ്കിൽ തന്നെ അങ്ങേ അറ്റം പോയിട്ട് തിരിച്ചു വരണം. അതാണ് സീരിയൽ പ്രോസസ്സിങ്. മറിച്ച് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടത്തുനിന്നും എടുക്കാം, വലത്തുനിന്നും എടുക്കാം, പുറകിൽ നിന്നും എടുക്കാം, മുന്നിൽ നിന്നും എടുക്കാം. അപ്പോൾ നമ്മുടെ ആക്സസ് വളരെ കൂടുതലാണ്. അപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിലുള്ളത് ഈ പാരലൽ പ്രോസസ്സിംഗ് ആണ്, കമ്പ്യൂട്ടറുകളിൽ നടക്കുന്ന ഈ സീരിയൽ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ്റെ തലച്ചോറിലെ പ്രക്രിയയ്ക്ക് തുല്യമാകാൻ സാധ്യതയില്ല, കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പ്യൂട്ടറിന് ചില കാര്യങ്ങൾ ഇന്നും കഴിയില്ല. ഉദാഹരണത്തിന് കോൺഷ്യസ്നെസ്, ബോധം. കമ്പ്യൂട്ടറിന് ബോധം ഒരിക്കലും പറ്റില്ല. മനുഷ്യൻ്റെ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ
ദശലക്ഷക്കണക്കിന് ഈ തലച്ചോറിലുള്ള കോശങ്ങൾ പാരലൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ചില ബോധമണ്ഡലമുണ്ട്. ഇതൊന്നും കമ്പ്യൂട്ടറിനുണ്ടാവില്ല. അപ്പോൾ ബോധം അഥവാ കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കമ്പ്യൂട്ടറിന് ഉണ്ടാകാൻ പറ്റില്ല. പിന്നെ ഇമാജിനേഷൻ, മനുഷ്യന് ഒരുപാട് ഇമാജിനേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാര്യം ഏതാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഇമാജിനേഷനാണ്. അല്ലാതെ ഒരു വാഹനം കൂടി അതിനടുത്തങ്ങ് റോക്കറ്റ് കൂടി എത്തൂല്ല. പക്ഷെ കമ്പ്യൂട്ടറിന് ഒരിക്കലും ഇമാജിനേഷൻ കഴിയില്ല. എന്നാൽ കമ്പ്യൂട്ടറിനൊരു പ്രത്യേകത ഉണ്ട്, അതിൽ ഈ ഇൻഫർമേഷൻ വളരെ സ്പീഡിൽ. ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ പറ്റുന്ന പരമാവധി സ്പീഡ് 3 ലക്ഷം കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിൽ 3 ലക്ഷം. അപ്പോൾ ആ സ്പീഡിൽ കമ്പ്യൂട്ടറിനകത്ത് ഇലക്ട്രോണിന് ചലിക്കാൻ കഴിയും. പക്ഷെ അത് ഒരു ഡയറക്ഷനിലേ പറ്റുള്ളൂ. അങ്ങനെ പോയിട്ട് തിരിച്ചു വരും, പിന്നെയും പോകും, അങ്ങനെ പോകും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ആ സ്പീഡാണ് കമ്പ്യൂട്ടറിനെ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റുന്നത്. ആ സ്പീഡ് തന്നെ അത് എത്ര പ്രാവശ്യം, അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ജിഗാ ഹെഡ്സ്, മെഗാ ഹെഡ്സ്, ടെറാ ഹെഡ്സ് ഒക്കെ നമ്മളിപ്പോൾ വാങ്ങിക്കുമ്പോൾ അത് ചോദിച്ചിട്ടാണ് പല കമ്പ്യൂട്ടറും എത്ര ജിഗാ ഹെഡ്സ് ആണ് അല്ലെങ്കിൽ എത്ര ടെറാ ഹെഡ്സ് ആണെന്നൊക്കെ ചോദിക്കും. അത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നു എന്നുള്ളതാണ് ഈ ഫ്രീക്വൻസിയുടെ ഇൻഡിക്കേഷൻ. അപ്പോൾ അത് വളരെ കൂടുതലാണ്. നമ്മുടെ തലയിൽ നടക്കുന്ന സ്പീഡിനേക്കാൾ കൂടുതലാണ് ഈ കമ്പ്യൂട്ടറിൽ ഇലക്ട്രോൺ മൂവ്മെന്റ് സ്പീഡ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഒരു കോശത്തിന്റെ അപ്പുറത്തുള്ളൊരു കോശത്തിലേക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ തലച്ചോറിന് കഴിയുമെങ്കിൽ കമ്പ്യൂട്ടറിന് അത് ഈ പറഞ്ഞ വഴിയെല്ലാം പോയി തിരിച്ചു വന്നേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഇന്നത്തെ സ്ഥിതിയിൽ തലച്ചോറിലെ കോശങ്ങളെ മാച്ച് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിനും കഴിയുന്നില്ല. ഇനി കമ്പ്യൂട്ടറിനുള്ള ശക്തി എന്ന് പറയുന്നത് അതിന്റെ സ്പീഡാണ്. ആ സ്പീഡ് കൊണ്ടാണ് കമ്പ്യൂട്ടർ ഇതിനെ, അപ്പോൾ റെപ്പറ്റേറ്റീവായിട്ട് വരുന്ന പല പണികളെയും കമ്പ്യൂട്ടറിന് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഒന്ന്. രണ്ടാമതിൽ കമ്പ്യൂട്ടറിൽ തെറ്റ് പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കമ്പ്യൂട്ടറിനെ നേരത്തെ നമ്മൾ പരിശീലിപ്പിച്ചാൽ മാത്രമേ അതിനിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊരു സംവിധാനമുണ്ട്, ANN എന്ന് പറയും. ANN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗവേഷണത്തിൽ അല്പം ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേ ഇത് തുടങ്ങിയതാണ്. അതായത് 90കളിൽ തന്നെ ANN എന്നുള്ള സങ്കല്പം തുടങ്ങി. ANN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തനത്തിലേക്ക് ഒന്ന് സിമുലേറ്റ് ചെയ്യുക, ഒന്ന് സാമ്യമാക്കാൻ നോക്കുന്നതിനാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന രീതികളെ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ട്രെയിൻ ചെയ്തെടുക്കും. അതിന് ട്രെയിനിങ് അൽഗോരിതം എന്ന് പറയും. അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് ട്രെയിനിങ്, നമ്മൾ പരിശീലനം കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഒരു തലച്ചോറ് ചെയ്യുന്ന പ്രവൃത്തിയെ കമ്പ്യൂട്ടറിൽ നമുക്ക് പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഒരു റോബോട്ടുണ്ട്. ഇപ്പോൾ ഈ റോബോട്ട് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയാണ് റോബോട്ടിന്. ഒരു പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിറകുകളുണ്ടാവും. ചിറകുകൾ ഏകദേശം പക്ഷിക്ക് 1 മീറ്റർ നീളമുണ്ടെങ്കിൽ ചിറകിന് 1/2 മീറ്റർ ഉണ്ടാവും മിനിമം. അതുപോലെ കുറേ തിയറി പറയും. പക്ഷിയാണെങ്കിൽ 2 കാലുണ്ടാവും, അതുപോലെ കൊക്കുണ്ടാവും, അതുപോലെ 2 കണ്ണുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ട്രെയിനിങ് ഡാറ്റ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ സ്റ്റോർ ചെയ്തതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു ബോധമണ്ഡലമാണത്. അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറയുടെ മുന്നിൽ, ഒരു ക്യാമറ വഴിയാണല്ലോ ഈ ഇൻഫർമേഷൻ അതിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുക, എന്തിനെങ്കിലും കാണുമ്പോൾ അതിൻ്റെ ക്യാമറ വഴി ക്യാമറയുടെ മുന്നിൽ നമ്മളൊരു പെൻഗ്വിനെ കൊണ്ട് നിർത്തിയെന്ന് വെക്കുക. അപ്പോൾ ഈ ക്യാമറ ഇതിനെ സ്കാൻ ചെയ്യും. ക്യാമറ ഹൈ സ്പീഡ് സ്കാനിങ് ക്യാമറകളുണ്ട്. എന്ന് വെച്ചാൽ 200-300 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൻ്റെ മുന്നിലേക്ക് അകലെ നിന്ന് വരുന്ന ഒരു പൊടിയെപ്പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റിയുള്ള ക്യാമറകൾ ഇപ്പോഴുണ്ട്. നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള ക്യാമറ അതിൻ്റെ ചെറിയ വേർഷനാണ്, ഹൈ സ്പീഡ് ക്യാമറകളുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ മുന്നിൽ നമ്മൾ ഒരു പെൻഗ്വിനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ചുള്ളൂ. അപ്പോൾ ഈ ക്യാമറ ഉടൻ തന്നെ സ്കാൻ ചെയ്യാം. അതിൽ സ്കാനിങ് പ്രോഗ്രാം നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് വഴി ട്രെയിനിങ് കൊടുത്ത് അതിൽ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ പെൻഗ്വിനെ നോക്കുമ്പോൾ പെൻഗ്വിന് നല്ല പൊക്കമുണ്ട്, നല്ല സൈസുണ്ട്, പക്ഷേ ചിറക് അതിൻ്റെ 3-1 വരുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ഈ കമ്പ്യൂട്ടർ വിധി എഴുതും, ഇത് പക്ഷിയല്ല. അപ്പം നമ്മളതിനെ കറക്റ്റ് ചെയ്യും, റീട്രെയിനിങ് കൊടുക്കും. ഇതും പക്ഷിയാണ്, ഇതിൻ്റെ പേര് പെൻഗ്വിൻ എന്നാണ്, ഈ പക്ഷിക്ക് ചെറിയ ചിറകുകളാണ്, ഈ പിക്ചർ സ്റ്റോർ ചെയ്തോളൂ. അപ്പോൾ ആ പിക്ചർ സ്റ്റോർ ചെയ്തു. അപ്പോൾ പിന്നൊരിക്കൽ പെൻഗ്വിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഡേറ്റ സഞ്ചരിക്കുന്ന സ്പീഡ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ്. അപ്പം മൈക്രോ നാനോ സെക്കൻഡുകളൊക്കെ മതി ഇത് പെൻഗ്വിനാണെന്ന് പിന്നെ അടുത്ത തവണ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ ഇതുപോലുള്ള എല്ലാം ട്രെയിനിങ് കൊടുത്ത് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഉദാഹരണത്തിന് മനുഷ്യനെത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത്
ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുന്നു, അവിടെ വിഷവാതകമുണ്ട്. ഈ വിഷവാതകം ശ്വസിക്കാനോ അതിൻ്റെ മണം അറിയാനോ ഈ കമ്പ്യൂട്ടറിനെ കൊണ്ട് കഴിയില്ല. കാരണം അതിന് നമുക്കുള്ളതുപോലെ പഞ്ചേന്ദ്രിയങ്ങളില്ല. അത് മണത്തിട്ട് ഇത് വിഷമാണെന്ന് പറയാനും അറിയില്ല. പക്ഷെ നമുക്ക് ആ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്തെടുക്കാം. എങ്ങനെ? വിഷമേക്കുന്ന ഒരു കുട്ടി കാണിക്കുന്ന ബോഡി എങ്ങനെ, ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ, അതിൻ്റെ ശ്വാസത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ, ഇതൊക്കെ കമ്പ്യൂട്ടർ പെട്ടെന്ന് സ്കാൻ ചെയ്തെടുത്തിട്ട് ഇവിടെ വിഷമുണ്ട് എന്നത് വിധി എഴുതിയിട്ട് ആ കുട്ടിയെ പെട്ടെന്ന് എടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇങ്ങനെയുള്ള സംജ്ഞകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് അതിനൊരു ഇൻ്റലിജൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇൻ്റലിജൻസ് അല്ല, സത്യത്തിൽ അതൊരു ട്രെയിൻഡ് എൻവയറമെൻ്റ് ആണ്. നമ്മളൊരു യന്ത്രത്തെ പഠിപ്പിക്കുകയാണ് അങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ ഈ യന്ത്രങ്ങൾ മനുഷ്യനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ യുഗാന്തരങ്ങൾ എടുക്കും. ഒന്നാമത് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ ഇത്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി തന്നെ പറയാറുണ്ട്, ഏറ്റവും നല്ല ശാസ്ത്രജ്ഞൻ പോലും മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒരു 20% പോലും ഉപയോഗിക്കാറില്ല എന്ന്. അപ്പോൾ അത്രയും ഭാഗത്തു നിന്നുണ്ടാക്കുന്ന ഒരു കൃത്രിമ ബുദ്ധിയാണ് ഈ കമ്പ്യൂട്ടറിന് വരിക. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നിയർ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മനുഷ്യന് ചെയ്യാൻ വരുന്ന കാലങ്ങളിൽ അതുണ്ടാകും. മനുഷ്യന് ഒട്ടുമിക്ക പണികളും റോബോട്ടുകളെ ഏൽപ്പിക്കും. വീട്ടിൽ പാചകം ചെയ്യാൻ, തുണി അലക്കാൻ, അതൊക്കെ ഇപ്പം തന്നെ മെഷീൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ റോബോട്ട് ചെയ്തോളും. അഴുക്ക് തുണി ഏത്, നമ്മൾ സാധാരണ ഇപ്പം അഴുക്ക് തുണി ഒന്നിൽ അഴുക്ക് നോക്കിയെടുക്കും, അല്ലെങ്കിൽ വിയർപ്പ് മണം ഉണ്ടോ എന്ന് നോക്കും. അതുൾപ്പെടെ നമുക്ക് റോബോട്ടിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. കാരണം ഈ മനുഷ്യൻ്റെ വിയർപ്പ് എന്ന് പറയുന്നത് ഈ ഫെറോമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ശരീരത്തിൽ. ഈ ഫെറോമോണിൻ്റെ ചില അംശങ്ങളാണ് ഈ വിയർപ്പിൽ മണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫെറോമോണിൻ്റെ സാന്നിധ്യം ഈ മണമില്ലാതെ തന്നെ കണ്ടെത്താൻ യന്ത്രങ്ങൾക്ക് കഴിയും. അപ്പോൾ അതിന് നമുക്ക് ട്രെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഹാങ്ങറിൽ കുറേ തുണി കിടക്കുകയാണ്, ഇത് കൃത്യമായിട്ട് പോയി ഇട്ട തുണി ഏത്, ഇടാത്ത തുണി ഏതെന്ന് കണ്ടെടുക്കും. എന്നിട്ട് ഇട്ട തുണി എടുത്തുകൊണ്ട് പോയി വാഷിംഗ് മെഷീൻ തുറന്ന് അതിനകത്തിടും. എന്നിട്ട് അതിനെ വാഷ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോയി നിരത്തിയിടും ഉണക്കാൻ വേണ്ടി. ഇതൊക്കെ അതിന് ചെയ്യാൻ കഴിയും. അപ്പം അതിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ള പ്രത്യേകത ഇതാണ്, അത് യന്ത്രവൽക്കരിക്കുന്നതിനാണ് റോബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിക്ക്, കൃത്രിമ ബുദ്ധിക്ക് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ ആദ്യം അതിന് പറഞ്ഞു കൊടുക്കണം എന്ത് ചെയ്യണം. സ്വമേധയാ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളെക്കാളും വളരാൻ സാധിക്കില്ല എന്നാണ് സർ ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? അതെ. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ അതിന് വേണ്ട ബുദ്ധിയെല്ലാം കൊടുത്തിട്ട് മറ്റൊരു മനുഷ്യനെ ഒരു അടിമയാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്താൽ അതിനത് ചെയ്യാൻ കഴിയും. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് മനുഷ്യന്റെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫ്രാങ്കൻസ്റ്റീനെ ഉണ്ടാക്കിയതുപോലെ ഇത് ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയിൽ വരുന്ന, ഇപ്പൊ എന്തിരൻ സിനിമ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് വേറൊരു ഒരു വില്ലൻ അതിന്റെ ഒരു ചിപ്പ് മാറ്റിയത് കൊണ്ടാണ് ഈ പ്രശ്നമാകുന്നത്. ഈ പറഞ്ഞ റോബോട്ട് ഒരു ദുഷ്കർമ്മം ചെയ്യാൻ മുതിരുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് വന്നത് തന്നെ ചില ബ്രിട്ടീഷ് സിനിമകളിലൊക്കെയാണ്, ചില അമേരിക്കൻ സിനിമകളിലൊക്കെയാണ് ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കണ്ടന്റ് വന്നു തുടങ്ങിയത്. അവരൊക്കെ ഇത് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുന്നതായിട്ടും മനുഷ്യനെ നിയന്ത്രിക്കുന്നതൊക്കെ ആയിട്ട് സിനിമകളിൽ കാണിച്ചു. ഇപ്പം ഇത്രയും കെട്ടതെന്ന് മനസ്സിലായി കാണും. അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നില്ല, പക്ഷെ അതും ഒരു മനുഷ്യൻ അതിനെ പരിശീലിപ്പിച്ചെടുക്കണം. അപ്പൊ ഇതിനെ ഏത് രീതിയിലും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്തർദേശീയ നിയന്ത്രണ നിയമങ്ങൾ വരും ഇനി. ഇപ്പൊ മുമ്പൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു, മനുഷ്യൻ കൃത്രിമ കോശങ്ങളെ ഉണ്ടാക്കരുതെന്ന്. അപ്പോൾ അതിന് അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ നിയമയുദ്ധം ചെയ്ത് അംഗീകാരം വാങ്ങിയെടുത്തത് ആനന്ദ് ചക്രവർത്തി എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരനാണ്. സ്വന്തമായിട്ടൊരു ജനുസിനെ അദ്ദേഹം ഉണ്ടാക്കി, ഒരു ബാക്ടീരിയ. ആ ബാക്ടീരിയ അദ്ദേഹം കടലിൽ വീഴുന്ന ഓയിൽ നശിപ്പിക്കാൻ വേണ്ടി, കാരണം കടലിൽ ഓയിൽ കിടന്ന മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. അതുകൊണ്ട് ഓയിൽ ഈറ്റിംഗ് ബാക്ടീരിയക്ക് ആദ്യമായിട്ടൊരു ജീവകോശത്തിന്, മനുഷ്യനുണ്ടാക്കിയ ജീവകോശത്തിന് പേറ്റന്റ് കിട്ടിയത് അദ്ദേഹത്തിനാണ്. അതുപോലെ ഇതിന് ചില പേറ്റന്റിങ് റൂൾസ് ഒക്കെ ഇനി വേണ്ടി വരും. കൃത്രിമ ബുദ്ധി എന്തിനൊക്കെ ഉപയോഗിക്കാം, മനുഷ്യന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് ഇപ്പം അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നും കൃത്യമായിട്ടില്ല. അപ്പോൾ ഇനി വരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡ് ഓഫ് കോണ്ടക്ട് വരും എല്ലാ രാജ്യങ്ങളിലും. അപ്പോൾ ഇപ്പം തന്നെ പലതിനും നമുക്കിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിങ്ങിന് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അപ്പോൾ അതൊരു യന്ത്രമാണ്. പക്ഷേ ആ യന്ത്രം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ എന്ന് നിയന്ത്രണം വരുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിയന്ത്രണം വന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് അത് മറ്റൊരു മനുഷ്യനെ കീഴ്പ്പെടുത്താനോ ആക്രമിക്കാനോ ഉള്ള ഒരു സംവിധാനമായി മാറാം. ഇനി മറ്റൊന്ന്, യുദ്ധരംഗത്ത് ഇത് അനിയന്ത്രിതമായ ചലനങ്ങളുണ്ടാകും. കാരണം ഇന്നിപ്പോൾ
ഒരു പൈലറ്റ് ഒരു യുദ്ധത്തിന് പോകുന്നത് സ്വന്തം ജീവനെ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഒരിടത്ത് ബോംബിടാൻ പോകുന്നത് മറ്റും. അധികം വൈകാതെ ഈ വെഹിക്കിൾസിലൊന്നും, എയർബോൺ വെഹിക്കിൾസിലൊന്നും, അത് യുദ്ധവിമാനമായിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്ന മുങ്ങിക്കപ്പലായിക്കോട്ടെ, ഇതിലൊന്നും മനുഷ്യ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥിതി വരും. കാരണം അതിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള റോബോട്ടുകളെ നമുക്ക് വിടാൻ പറ്റും. അപ്പം ഏത് സ്ഥിതിയിലും പോയി ആക്രമിക്കാം, ഏത് ദുഷ്കരമായ സ്ഥലത്തും കയറി യുദ്ധം ചെയ്യാം. അപ്പോൾ യന്ത്രങ്ങളെ യുദ്ധത്തിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥിതി വരാം. പിന്നെ ഏത് വിഷവാത പ്രയോഗം അതിനെ ബാധിക്കില്ല. അതിനെ ചില യന്ത്രങ്ങളെ ടെമ്പറേച്ചർ ബാധിക്കും, പക്ഷെ അതിനും പറ്റുന്ന കവചങ്ങൾ ഉണ്ടാക്കാം. കാരണം ലോകത്തിൽ ഉണ്ടാകാവുന്ന തീയേക്കാൾ കൂടുതൽ താങ്ങാൻ പറ്റുന്ന കവചങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീക്കകത്ത് കയറി ഓപ്പറേറ്റ് ചെയ്യാൻ ഈ യന്ത്രങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ അധ്യാപന രംഗത്തും മറ്റുമൊക്കെ ഇതൊരു വലിയ ഗുണമാണ്. ഞാനതങ്ങോട്ട് ചോദിക്കാൻ വരികയായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ എനിക്കങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മീഡിയ വണ്ണിൽ അതുപോലെ തന്നെ ഒരു ന്യൂസ് ആങ്കർ വന്നു, ഇവാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇങ്ങനെ പല രംഗങ്ങളിലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം ജോലി സാധ്യത കുറയുവാണോ അതോ കൂടുവാണോ സാർ ഇതുമൂലം ഉണ്ടാവുന്നത്? കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്ക് ഈ റേഡിയോ സ്റ്റേഷനിൽ റെക്കോർഡിങ്ങിന് വരികയാണെങ്കിൽ വർഷം ഇവിടെ ഉണ്ടാവില്ല, അവിടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ആ മൈക്ക് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചോളും. അതിനകത്തൊരു ചെറിയ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാവും, അത് പ്രോഗ്രാംഡ് ആവും. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം അതിൽ ഇന്റലിജൻസ് ബിൽഡിങ് ചെയ്യും. എന്നിട്ട് ആ കേട്ടതിന് ശേഷം അത് ചോദ്യങ്ങൾ ചോദിച്ചോളും. അപ്പൊ ഇതൊന്നും വലിയ ദൂരമില്ല. അപ്പോൾ ലോകത്തുള്ള എല്ലാ വിജ്ഞാനവും ചിപ്പുകൾ മുത്തുപോലെ ഒരു ചെറിയ പെൻഡ്രൈവിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിവൈസിലോ ഒതുക്കാൻ ഇന്നിപ്പോൾ കഴിയും. ഇപ്പം ചാറ്റ് GPT ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതിൽ പഴയ ഡേറ്റ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തുള്ള എല്ലാ വിജ്ഞാനവും ഇപ്പോൾ വളരെ പണ്ഡിതനായ ഒരു വ്യക്തി കൂടി ലോകത്തുള്ള കാര്യങ്ങളുടെ ഒരു 0.000000 എത്രയോ ഒരുപാട് പൂജ്യങ്ങളിട്ട് 1% അറിയുള്ളൂ. പക്ഷെ ഇത് മുഴുവൻ ഒരു യന്ത്രത്തിനകത്ത് ഒളിപ്പിക്കാൻ വളരെ എളുപ്പം കഴിയും. കാരണം അത് സ്വമേധയാ ആക്സസ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഇന്റർനെറ്റിന്റെ യുഗമാണ്. ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ജ്ഞാനവും സ്വമേധയാ കണ്ടെത്തി, ഇപ്പൊ അതാണല്ലോ ചാറ്റ് GPTയുടെ തത്വം തന്നെ. അത് സ്വമേധയാ കണ്ടെത്തി അതിനെ പരിശോധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് ചോദ്യം ചോദിച്ചാലും, അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് എന്നെ പോലെ ഒരാളും വന്നിരിക്കേണ്ടി വരില്ല. ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായി ഒരു യന്ത്രം മറുപടി കൊടുത്തോളൂ. അതിൽ വരുന്ന സിഗ്നൽസിനെ ശബ്ദമാക്കി കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ മീഡിയ രംഗത്ത് ഇനി മറ്റൊന്നുണ്ട്, ഈ ന്യൂസ് വായനയൊക്കെ ഇല്ലാതായിക്കോളും. കാരണം ന്യൂസുകൾ യന്ത്രങ്ങൾ തന്നെ തേടിപ്പിടിച്ച് അത് ഡിസ്പ്ലേ ചെയ്യും, അനൗൺസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ന്യൂസ് റീഡേഴ്സിന് ഇല്ലാതാവും, റേഡിയോ ആങ്കേഴ്സിന് ഇല്ലാതാവും. ഭാവിയിൽ ഇതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന കുറെ തൊഴിലുകളാണ്. അങ്ങനെയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മളെ കൂടെ ആവശ്യമായിരിക്കുമല്ലേ അല്ലേ? ഇപ്പം കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കാം അല്ലേ, ജോലി സാധ്യത കുറയും എന്നുള്ള ഒരു കാര്യം. അത് അങ്ങനെ സാധ്യത കുറഞ്ഞിരുന്നോ? അത് കുറച്ചുകൂടി നമ്മളെ എളുപ്പമാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം AI-യും അങ്ങനെ ആക്കുമോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായോ പേഴ്സണലായി എടുക്കുന്നത് പോലെ അല്ലേ അല്ലേ സാർ? തീർച്ചയായിട്ടും ഒരു ട്രെയിൻഡ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ റേഡിയോ സ്റ്റേഷനിലും ആങ്കറുടെ പണി ചെയ്തോളും. അതൊരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്തുകൊണ്ട് വന്നാൽ മതി. തീർച്ചയായും മനസ്സിലായില്ലേ? ഒരു നല്ല അധ്യാപകൻ ഉണ്ടെങ്കിൽ ആ വിഷയം ലോകത്ത് എവിടെ വേണമെങ്കിലും ആ ഒരു ചെറിയ പെൻഡ്രൈവ്, അല്ലെ പെൻഡ്രൈവിന് പകരം ഇനി വേറെ ഡിവൈസ് വരാൻ ചിലപ്പോൾ, ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് വരാം, അതിനേക്കാൾ കൂടുതൽ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇപ്പോ ഒരു നല്ല അധ്യാപകനുണ്ടെന്ന് വെച്ചോളൂ, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ലോകത്ത് ആ വിഷയം പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കാം. അപ്പൊ പിന്നെ വേറെ ടീച്ചേഴ്സിന്റെ ആവശ്യം വരില്ല. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്നത് നമ്മളിപ്പോൾ കാണുന്ന തൊഴിലുകളുടെ ഒരു 50% അസ്ഥാനത്താകും. അതുകൊണ്ട് മനുഷ്യന് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അപ്പൊ മനുഷ്യന് എങ്ങനെ ഭക്ഷണത്തിന് വഴി കിട്ടും? അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും മേഖലകൾ വരും. ഇല്ലെങ്കിൽ മനുഷ്യന് കൃത്രിമമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുമുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഞാനൊരിക്കൽ ഒരു സയൻസ് ഫിക്ഷൻ നോവൽ വായിക്കുകയുണ്ടായി. ഒരു ഗുളിക കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് മുഴുവൻ വേണ്ട ഭക്ഷണം ശരീരത്തിന് കിട്ടും. ഇപ്പോഴും പറ്റും അത്, ഒരു ഗുളിക കഴിച്ചാൽ മതി. അപ്പൊ നമ്മള് ഒരുപാട് ചോറും കറികളും ഇഡ്ഡലിയും ദോശയൊന്നും കഴിക്കണ്ട. സ്പേസ് ട്രാവലൊക്കെ അതിപ്പോ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്പെസിഫിക് ഫുഡാണ്. അതിനകത്ത് നമുക്ക് ശരീരത്തിന് വേണ്ടതിനെ കൃത്യമായിട്ട് നമ്മൾ നിർവചിക്കും. ഇത്ര പ്രോട്ടീൻ വേണം, ഇത്ര മിനറൽസ് വേണം, ഇത്ര കാർബോഹൈഡ്രേറ്റ് വേണം എന്ന് നിശ്ചയിച്ചിട്ട്
അത് കൊടുക്കുന്ന ഇപ്പൊ ബൂസ്റ്റർ ഡോസ് പോലുള്ള ഒരു സാധനമായിരിക്കും. അതൊരെണ്ണം കഴിച്ചാൽ പിന്നെ അന്ന് വിശക്കില്ല. ഇപ്പൊ ഒന്നെന്നുള്ള ചിലപ്പോ ഇത്തിരി കൂട്ടി പറയുന്നതായിരിക്കും, 2 ആയിക്കോട്ടെ, അല്ലെ 10 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ഗുളിക ആയിക്കോട്ടെ. അപ്പൊ ഗുളിക ആയതുകൊണ്ട് മാത്രം എണ്ണം കൂട്ടി പറയാം. കാരണം ചെറുതാണെങ്കിൽ വെറുതെ എടുത്ത് ഒരു മിഠായി പോലെ, ഇപ്പൊ നമ്മള് എക്ലേഴ്സ് കഴിക്കുന്ന പോലെ ഒരു 2-3 മിഠായി കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം കുശാലാണെങ്കിൽ പിന്നെ ആരെങ്കിലും പാചകത്തിന് പോവും, ആരെങ്കിലും പച്ചക്കറി വാങ്ങി കറി വെക്കാനും പോവും. എല്ലാം വേണ്ട മിനറൽസും വേണ്ട വെജിറ്റബിൾസും എല്ലാം അതിന്റെ എസൻസിൽ വരികയാണെങ്കിൽ അപ്പൊ ആ ഒരു സ്ഥിതി വന്നുകൂടായികയില്ല. അപ്പൊ മനുഷ്യന്റെ ജീവിത രീതികൾ മാറും. ഇപ്പൊ പണ്ട് കാലത്തുണ്ടായിരുന്ന മനുഷ്യന്റെ ജീവിത രീതിയല്ലല്ലോ ഇപ്പോഴും. പണ്ട് കാലത്ത് ഇപ്പം കേരളത്തിലെ കാര്യം തന്നെ നോക്കൂ, 80-85% പേരും രാവിലെ എഴുന്നേറ്റ് പറമ്പിലും വയലിലും ഇറങ്ങിയിരുന്ന കേരളമാണ്. ഇപ്പോഴോ ഒരു മനുഷ്യനും 85% പോയിട്ട് 5% കൂടി ഇറങ്ങാറില്ല. അപ്പൊ അതനുസരിച്ച് ജീവിത രീതി മാറും. അപ്പൊ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിപ്രസരം വരുമ്പോഴേക്ക് നമ്മളൊക്കെ ചെയ്യാൻ പോകുന്ന, ഇപ്പൊ തന്നെ നോക്കൂ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചെയ്യുന്നത് എന്താ? ഫോൺ എടുത്ത് നോക്കും. എന്താ ലേറ്റസ്റ്റ് മെസ്സേജ്? ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ നമ്മുടെ ജീവിത രീതി മാറി വരികയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൂടി ഫോൺ എടുത്ത് നോക്കും. അത് അപ്പൊ ചര്യകൾ മാറും. ഇതുപോലെ ഭക്ഷണത്തിന്റെ ചര്യകൾ മാറും. ഇപ്പൊ 3 നേരം ഭക്ഷണം കഴിക്കണം, 2 നേരം ചായ കുടിക്കണം എന്നൊക്കെ ആര് പറയുന്നു? നമ്മൾ പറയണം. അതൊക്കെ മാറ്റും. വരുന്ന തലമുറ അതൊക്കെ മാറ്റും. ഇപ്പൊ പലരും ഞാൻ കാണാറുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെയാ. അവർക്ക് ആ ദിനചര്യ എന്നുള്ളൊരു പ്രോപ്പർ ക്ലോക്ക് ഇല്ലാതെ വരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് ശരി. അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, രാവിലെ വെളുപ്പിനെ എഴുന്നേക്കണം, നേരം വെളുക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, രാത്രി ഇരുട്ടാവുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണം എന്നൊക്കെ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അതൊക്കെ ഓരോരോ വിശ്വാസ പ്രമാണങ്ങൾ പോലെ. അതില് അപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തില് ഇത് മുഴുവൻ മാറ്റിമറിക്കപ്പെടും. കാരണം യന്ത്രങ്ങള് മനുഷ്യന്റെ ജീവിതത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിമറിക്കുകയാണ്. അത് നമ്മുടെ ജീവിതചര്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 5-10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ പഴഞ്ചന്മാരായി പോകും. പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ പുതിയ രീതികൾ, പുതിയ തൊഴിൽ മേഖലകൾ, അതൊക്കെ അതിനാണ് അഡാപ്റ്റിവിറ്റി വേണമെന്ന് പറയുന്നത്. ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളിന് മറ്റൊരു തൊഴിലേക്ക് മാറാനുള്ള ഒരു പരിശീലനം നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യം. സാർ, ഈ AI എത്രമാത്രം നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ട്? ഇപ്പം ഈ പറഞ്ഞതുപോലെ ഫോണൊക്കെ ആണെങ്കിലും ഇത് വന്നപ്പോൾ നമ്മളെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇത്രയും ഇത് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ AI എത്രമാത്രം നമ്മൾ സ്വാധീനിക്കും? വല്ലാതെ സ്വാധീനിക്കും. ഇപ്പൊ തന്നെ നോക്കൂ, എൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. വർഷയുടെ എത്ര ഫോണുണ്ട്? ഫോൺ ഒന്ന് കംപ്ലൈന്റ് ആയതുകൊണ്ട് നിലവിൽ 2 ഉണ്ട്. പക്ഷെ ഒന്നാണ് പതിവായിട്ട് യൂസ് ചെയ്യാം. ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഈ ഫോണൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പകരം മിക്കവാറും നമ്മുടെ കയ്യിൽ ഈ തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെ ഇടയിൽ ഒരു മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൊടിച്ചിപ്പ് സർജറി ചെയ്ത് വെച്ച് കയറ്റിയിട്ടുണ്ടാവും. മിക്കവാറും അവിടെയായിരിക്കും. കാരണം അവിടെയാണ് മസിൽ ഇല്ലാത്ത ഒരു പ്രത്യേക സ്ഥലം. അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒന്നില്ല, അല്ലെങ്കിൽ കൈവെള്ളയുടെ ഉള്ളിലോ എവിടെയെങ്കിലും കൈവെള്ളക്കകത്ത് മസിലില്ലോ ഒരു ചെറിയ ചിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന മൈക്രോ ചിപ്പില്ലേ, അതിന്റെ ഒരു 10-1 20 മതി, അത്രയും മതി. അത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ കൈ ഒന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ ഫോണിൽ പാറ്റേൺ വരയ്ക്കാറില്ലേ? ഇപ്പൊ ഫോണിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടി VYW എന്നൊക്കെ പാറ്റേൺ വരയ്ക്കാറുണ്ട്. അതുപോലെ ഈ നമ്മൾ കൈ മേളോട്ടൊന്ന് ഉയർത്തിയിട്ട് ഒരു പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീൻ വരും, വിർച്വൽ സ്ക്രീൻ. ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇത് സാങ്കല്പികമല്ല. ഈ ടെക്നോളജി എനിക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ്, യൂറോപ്പിലുള്ള ഒരു സ്റ്റുഡന്റ് അയച്ചു തന്നു. ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു. അവിടെ ഒരു സ്ക്രീൻ വരും. അതിനകത്ത് നമ്മുടെ ഈ മൊബൈൽ സ്ക്രീനിലുള്ള എല്ലാം വരും. അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഇനി ഫോൺ കോൾ ചെയ്യണമെങ്കിൽ അതിൽ ഫോൺ സിമ്പിളുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ചെവി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കാം. അപ്പൊ മൊബൈൽ കൊണ്ടു നടക്കണ്ട. പകരം മൊബൈലിനകത്തുള്ള സിമ്മിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ, എന്നാൽ ഇപ്പോഴുള്ള മൊബൈലിനേക്കാൾ വളരെ ശക്തമായ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിയേച്ചർ ആയിരിക്കും. ഇപ്പൊ ആദ്യകാലത്ത് മൊബൈൽ ഇറങ്ങുമ്പോൾ വർഷക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വലിയ അൽക്കാട്ടൽ ഫോണ്, BPL ഫോണൊക്കെ ആയിരുന്നു. അത് കൊണ്ടു നടക്കണമെങ്കിൽ തന്നെ വലിയ ടോർച്ച് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കണം. ഇപ്പൊ നമുക്ക് വളരെ ചെറിയ ഫോണല്ലേ നമ്മുടെ. അതുപോലെ അതിന്റെ സൈസ് മിനിയേച്ചറായി വരും. അപ്പൊ AIയുടെ മറ്റു വരാൻ പോകുന്ന ഒരു പ്രത്യേകതയാണത്. ഇനി അതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ട്. ഇപ്പം വർഷയുടെ കയ്യിൽ ഒരു ചിപ്പ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയും വർഷ ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. യുവർ സിഗ്നൽ ഈസ് ഓൾവേസ് ദയർ. എവിടെ ഇപ്പോൾ വീട്ടുകാർ അന്വേഷിക്കുകയാണ് എൻ്റെ മോൾ എവിടെയാണെന്നുള്ള കൃത്യമായ സിഗ്നൽ അവർക്ക് കിട്ടുകയാണ്.
അതിപ്പോൾ ജപ്പാനിൽ തുടങ്ങിക്കഴിഞ്ഞു. ജപ്പാനിലെ കുട്ടികളുടെയൊക്കെ ശരീരത്ത് ഒരു മൈക്രോ ചിപ്പ് ഇതുപോലെ, അത് ഒരു കൃത്യമായ സ്ഥലത്തല്ല, പല സ്ഥലത്തായിരിക്കും. മസിലില്ലാത്ത സ്ഥലം നോക്കി എവിടെയെങ്കിലും ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്യും. അതുകൊണ്ട് ജപ്പാനിൽ ഇപ്പോൾ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ കഴിയില്ല. കുട്ടികളെ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടി എവിടെയെന്നുള്ള, ജപ്പാനൊരു പ്രത്യേകത, എല്ലായിടവും കണക്റ്റഡ് ആണ്, ഡേറ്റ കണക്റ്റഡ് ആണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് അതുപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്ന മേഖലകൾക്ക് പരിധിയില്ല. നമ്മുടെ ജീവിത രീതിയൊക്കെ മാറാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കാൻ വേണ്ടി ഒരാൾ കാത്തിരിക്കണം. നമ്മൾ ചുറ്റുവട്ടത്തും ക്യാമറകളൊക്കെ വെച്ച് അവരെ നോക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെ മാറും. അവരുടെ ശരീരത്തിൽ ഒരു ചിപ്പുണ്ടെങ്കിൽ അവർ നടക്കുന്നോ, ഇഴയുന്നോ, ഇരിക്കുന്നോ, ഇതെല്ലാം നമുക്ക് ഇൻഫർമേഷൻ എത്തുന്ന സ്ഥിതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. എല്ലാ മേഖലയിലും, ഞാനൊരു മേഖല പറഞ്ഞു എന്നേ ഉള്ളൂ, ജീവിതം മൊത്തം അടിമുടി മാറും. എന്ന് മാത്രമല്ല മനുഷ്യന്റെ ഷേപ്പ് കൂടി മാറും. അപ്പോൾ ശരീരമാണെങ്കിൽ ജോലി എടുക്കേണ്ടാത്ത ആവശ്യം വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമ്മളെപ്പോലെ ഇങ്ങനെ സുഖമായിട്ട് സെറ്റിലിരിക്കും. അപ്പോൾ കാലുകളൊക്കെ തേഞ്ഞ് ഈർക്കൽ പോലെയാവും. പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, കൈ സ്ട്രോങ് ആയിരിക്കും. പിന്നെ എപ്പോഴും വർക്ക് ചെയ്യേണ്ടതുണ്ട്, തല വലുതായിരിക്കും. അപ്പോൾ ഭാവിയിലെ മനുഷ്യനെ കുറിച്ച് ഒരാളൊരു ചിത്രം വരച്ചിട്ടുണ്ട്. വലിയ തല, നീണ്ട 2 കൈകൾ, ഈർക്കൽ പോലത്തെ 2 കാലുകൾ ഉള്ള ഒരു മനുഷ്യരൂപം. അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആ മനുഷ്യരൂപം നമ്മൾ അങ്ങനെയായി മാറും. നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ, ഇപ്പോൾ ഡാർവിൻ്റെ തിയറി പോലെ നമ്മളത് മാറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ സംഭവിക്കാം. അപ്പം ശരിക്കും സാർ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ രാജ്യത്തിന് ഈ AI വളർച്ചയിലുള്ളൊരു പങ്ക് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ AI കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യക്കാരാണ്. വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും ഈ AI സംബന്ധിച്ച ഗവേഷണത്തിലൊക്കെ ഇന്ത്യക്കാർ വളരെ മുന്നിലാണ്. യൂറോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു അത്ഭുതം, അവിടെ ഇപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. നമ്മളിവിടെ ഫോൺ എടുത്തിട്ട് ഒന്ന് QR കോഡ് സ്കാൻ ചെയ്യുക, പേ ചെയ്യുക. അപ്പോൾ അവരെക്കാൾ ഡിജിറ്റൽ പേയ്മെന്റിൽ നമ്മൾ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനത്താണ്, എല്ലാ മേഖലകളിലും. പിന്നെ ഈ AI കാര്യത്തിൽ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ AI റിസർച്ച് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. പക്ഷെ ലോകത്ത് എവിടെയൊക്കെ AI റിസർച്ച് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ മലയാളികളും ഇന്ത്യക്കാരും അതിന്റെ മുന്നിലുണ്ട്. ഇവിടെ അല്ല കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. പക്ഷെ മലയാളികളും ഇന്ത്യക്കാരും ആ ഗവേഷണങ്ങളിൽ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് AI വികസിക്കും, നമ്മളും അതുവഴി വികസിക്കും. നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അവരെവിടെയോ ചെയ്തുകൊള്ളട്ടെ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പം ശരിക്കും ഈ ഒരു അവറിൽ നമ്മൾ ഏതൊക്കെയോ ഒരു ലോകത്ത് പോയ പോലെ, ഇതിങ്ങനെ കുറേ മനുഷ്യന്റെ രൂപം പറയുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ കുറച്ച് ഇങ്ങനെ ചിന്തിച്ച് വെച്ച് അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി, അങ്ങനെ ശ്രോതാക്കളും അത്തരത്തിലൊരു മായിക ലോകത്തേക്ക് സാറിന് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മഹാദേവൻ പിള്ള സാറാണ്. സാറിന് ഒരുപാട് താങ്ക് യു ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത്രയും വിവരങ്ങൾ ഈ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സാർ, അവരുടെ പേരിൽ ഞാൻ താങ്ക് യു പറയണം. ഒരുപാട് നന്ദി സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.